ഹായ് ഫ്രണ്ട്സ്, ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് പലരും ഏറ്റവും കൂടുതൽ പറയുന്ന കംപ്ലൈന്റ് ആണ് ഫേസ്ബുക്കിൽ പരസ്യം ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പരസ്യം ചെയ്ത് കൃത്യമായിട്ട് അതിൽ ലീഡ്സ് കിട്ടുന്നില്ല, കൃത്യമായിട്ട് അതിനൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത്? നമ്മൾ പരസ്യം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ആഡ് മാനേജർ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൽ 3 സെറ്റായിട്ടാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ക്യാമ്പയിൻ, ആഡ് സെറ്റ്, ആഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ആഡ് സെറ്റിൽ തന്നെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓഡിയൻസ് എന്നൊരു പാർട്ടുണ്ട്. നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഓഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഓഡിയൻസിൽ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ തന്നെ നമ്മളെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് അവിടെ ഇന്ത്യ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് അത് ജസ്റ്റ് ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം കൊടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഡിസ്ട്രിക്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയ കൊടുക്കാം, ഇങ്ങനെല്ലാം കൊടുക്കാം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. കാലിക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എനിക്ക് ഇവിടെ കാലിക്കറ്റ് സിറ്റി ഇവിടെ കാണാൻ പറ്റും. കാലിക്കറ്റ് സിറ്റി എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് ലുലു മാൾ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിലെ ലുലു മാൾ എനിക്ക് ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലുലു മാളിൽ വന്ന് പോകുന്നവരെ എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് കേരള എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കേരള സ്റ്റേറ്റ് മൊത്തത്തിൽ എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. കേരള സ്റ്റേറ്റിലെ എല്ലാവരെയും മൊത്തത്തിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ ലൊക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അതിൽ വേണ്ടാത്ത പ്ലേസസ് എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. ഈ എക്സ്ക്ലൂഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൊക്കേഷൻസ് എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് ലൊക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് പിൻ കോഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ ടൈപ്പ് എന്നുള്ളതിൽ ജസ്റ്റ് പോസ്റ്റൽ കോഡ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണ് നിങ്ങളുടെ കൺട്രി എന്നുള്ളത്. ഇപ്പൊ ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓരോ പിൻ കോഡുകൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏജ് ആണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള ആൾക്കാരുടെ ഏജ് നമ്മൾ കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാൻ, നിങ്ങൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണ് ചെയ്യുന്നതായിരിക്കാം. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ആഡ്, നിങ്ങൾ ആ ഒരു ഫ്ലാറ്റ് സെല് ചെയ്യുന്നതിന്റെ ആഡ് 18 വയസ്സുള്ള ഒരു കുട്ടീനെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. 19 വയസ്സുള്ള കുട്ടീനെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ സർവീസ് വാങ്ങാൻ ചാൻസ് ഉള്ള കസ്റ്റമേഴ്സിന്റെ ഏകദേശം ഒരു ഏജ് റേഞ്ച് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അത് കൃത്യമായിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അതിന് നിങ്ങൾക്ക് ഈ ഏജ് എന്നുള്ളതിന് നേരെയുള്ള എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏജ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിനിമം 18 വയസ്സ് മുതലാണ് സെലക്ട് ചെയ്യാൻ പറ്റും. 18 വയസ്സ് മുതൽ മേലോട്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്കറിയാം 18 വയസ്സാണ് പ്രായപൂർത്തിയാവുന്ന വയസ്സായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ജെൻഡർ ആണ്. നിങ്ങളിപ്പോൾ ലേഡീസിന് മാത്രമുള്ള പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വുമൻസിന് മാത്രം കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആണുങ്ങൾക്ക് മാത്രമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ മെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ട് ജെൻഡറിനും വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ സെല് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞു വരുന്നതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മർമ്മപ്രധാനമായ ഭാഗം എന്നെല്ലാം പറയാൻ പറ്റുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ടാർഗറ്റിംഗ്. അതായത് നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള ആൾക്കാർ എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, ഫേസ്ബുക്കിൽ എന്തിനെ കുറിച്ചൊക്കെ കാണുന്ന ആൾക്കാരാണ്, എന്തൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ള കൃത്യമായുള്ള ധാരണ നമുക്ക് വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് കാണുകയും അങ്ങനെയുള്ള പോസ്റ്റുകൾ ലൈക്ക് ചെയ്യും, അതിന് കമന്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനത്തെ ആഡുകൾക്ക് കമന്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് വേണ്ടത്. അതായത് അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് എനിക്ക് വേണ്ടത്. ഇത് രണ്ട് രീതിയിൽ എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രൗസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഡെമോഗ്രഫി, ഇൻട്രസ്റ്റ് ഓരോന്നായിട്ട് അതിന്റെ സബ് കാറ്റഗറിയിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ഈസി വഴി കൂടി ഉണ്ട്. ഇപ്പം എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. നമ്മളിത് സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഈ കീവേഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ നേരെ അതെന്താണെന്നുള്ളതും കൂടി മെൻഷൻ ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ആണോ, ജോബ് ടൈറ്റിൽ ആണോ, എംപ്ലോയർ ആണോ, ബിഹേവിയർ ആണോ എന്നുള്ളത് ഉണ്ടാവും. അപ്പൊ അതും കൂടി നമ്മൾ കൃത്യമായിട്ട് നമ്മളവിടെ മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിന്റെ നേരെ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവരെയാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള അത് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് കാണിക്കാം.
അതിന്റെ തൊട്ട് താഴെ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ളതിന് നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ജോബ് ടൈറ്റിൽ ആണ്. അപ്പൊ അത് ജോബ് ടൈറ്റിൽ ആയിട്ട് കൊടുത്തവരാണ് ഈ ഒരു പരസ്യം കാണിക്കുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന കീവേഡ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടി ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് കൊടുത്തു. ഇപ്പൊ ഈ ഒരു കീവേഡ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഇനി എനിക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി എന്തൊക്കെ കീവേഡ്സ് ഫേസ്ബുക്കിൽ ഉണ്ട് എന്നുള്ളത് അറിയണം. അപ്പൊ അതിനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സജഷൻസിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സജഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇപ്പം ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇൻട്രസ്റ്റ്, ഓൺലൈൻ അഡ്വർടൈസിംഗ്, സോഷ്യൽ മീഡിയ, കണ്ടന്റ് മാർക്കറ്റിംഗ്. അപ്പൊ എനിക്ക് ഇതിൽ വേണ്ടതൊക്കെ എന്ത് ചെയ്യാം, ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിന് എന്ത് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ എക്സ്ക്ലൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ പരസ്യം ആരൊക്കെ കാണണം എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ആരൊക്കെ കാണണ്ട എന്നും നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. കാരണം ഫേസ്ബുക്കിൽ ഓരോ വ്യക്തിയും നമ്മളെ പരസ്യം കാണിക്കുന്നതിനനുസരിച്ചും നമ്മളെ പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആവശ്യമില്ലാത്തവർ നമ്മളെ പരസ്യം കണ്ടിട്ട് എന്താവും, നമുക്ക് അവിടെ പണം നഷ്ടമാവും. അല്ലെങ്കിൽ നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് നമ്മളെ പരസ്യം കാണാം ചിലപ്പോൾ. അപ്പൊ കോമ്പറ്റേറ്റേഴ്സിനെ നമ്മൾ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. ഇപ്പൊ എന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജേഴ്സ്, സോഷ്യൽ മീഡിയ മാനേജേഴ്സ് ഇവരൊന്നും എന്റെ പരസ്യം കാണണ്ട എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജോബ് ടൈറ്റിൽ ഉണ്ട്, എനിക്കത് കൊടുക്കാം. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജോബ് ടൈറ്റിൽ ഉണ്ട്, എനിക്ക് അത് എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ജോബ് ടൈറ്റിൽ ഫേസ്ബുക്കിൽ കൊടുത്തവരെന്താകും, എക്സ്ക്ലൂഡ് ചെയ്തു, അവരെന്റെ പരസ്യം കാണില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആരൊക്കെ കാണണം എന്ന് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ ആരൊക്കെ കാണണ്ടെന്നും നമ്മൾ വ്യക്തമായിട്ട് ഫേസ്ബുക്കിന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ട സാധനമാണ് നമ്മളെ ലാംഗ്വേജസ്. ഏത് ഭാഷ സംസാരിക്കുന്നവര് ആണ് നമ്മളെ പരസ്യം കാണേണ്ടത്. ഇപ്പൊ കേരളത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മലയാളികളാണ് നമ്മളെ പരസ്യം കാണേണ്ടത്. അപ്പൊ ഇതിന് നേരെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മലയാളം എന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ മലയാളം ഇംഗ്ലീഷും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. അപ്പൊ ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ ഏത് ഭാഷ അത് എങ്ങനെ ഫേസ്ബുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോസ് കാണും, പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യും. അപ്പൊ മലയാളം വീഡിയോസ് കൂടുതലായിട്ട് കാണുകയും മലയാളം ആഡുകൾക്ക് കൂടുതൽ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ മലയാളം പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യും. അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർ നമ്മളെ പരസ്യം കാണും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് സമയമെടുത്ത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ആഡ് കൃത്യമായുള്ള റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങൾ കൃത്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കൃത്യമായ ഒരു ഐഡിയയോടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ളവർ മാത്രം നിങ്ങളെ പരസ്യം കാണുകയും നിങ്ങൾക്ക് അതിൽ നിന്ന് കൺവേർഷൻസ് ഉണ്ടാക്കാൻ പറ്റുകയും കൂടുതൽ സെയിൽസ് നടത്തി കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ ആഡ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ടാബ്. ഈ മൂന്നാമത്തെ ടാബില് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനും അതിന് കൊടുക്കുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റീവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ആൾക്കാരെ അട്രാക്ട് ചെയ്ത് നിർത്തുന്ന രീതിയിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ എന്താണ് ഇത് ആണെന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ എൻക്വയറീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ആഡ് സെറ്റും ആഡും എത്രത്തോളം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങളെ ക്രിയേറ്റീവ് മൈൻഡ് വർക്ക് ചെയ്ത് എത്രത്തോളം നിങ്ങൾ അത്രയും ഫൈൻ ട്യൂൺ ചെയ്ത് ചെയ്യുന്നോ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ലീഡ്സും അതുപോലെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അപ്പൊ ഒരിക്കലും ഫേസ്ബുക്ക് നഷ്ടം ഉണ്ടാക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അങ്ങനെ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യം ചെയ്യുന്ന ഇതിലെവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.